Hello, good morning. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫിസിക്സ് +1 ഫിസിക്സ് യൂണിറ്റ് 9 ബിഹേവിയർ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് ആൻഡ് കൈനറ്റിക് തിയറിയിലെ ഫസ്റ്റ് ടോപ്പിക്കായ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസിന്റെ കുറച്ച് MCQ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ തിയറി ക്ലാസ്സസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് MCQ നമുക്ക് ഡിസ്കസ് ചെയ്യാം. First one, the difference between two specific heats Cp minus Cv is equal to R by J. This relation is valid for. Okay, അപ്പോൾ ഈ ഒരു റിലേഷൻ Cp minus Cv is equal to R by J എന്ന് പറഞ്ഞിട്ട് ഒരു റിലേഷൻ ഏത് ഗ്യാസിനാണ് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് വാലിഡ് ആവുന്നത്? ഓപ്ഷൻസ് എന്താണ്? എനി ഗ്യാസ്, perfect gas, real gases, pure gases. Option B is the right answer. It is valid only for the perfect gases ആണ്. Okay, option B ആണ് right answer. അപ്പോൾ പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഐഡിയൽ ഗ്യാസ് ആണ്. അതായത് നമ്മുടെ ആ ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ലോ PV is equal to nRT അതല്ലെങ്കിൽ MRT എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന ഗ്യാസ് ആണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐഡിയൽ ഗ്യാസിന്റെ ലോ എല്ലാം ഒബേ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിനെ പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. P എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ഓഫ് ദി ഗ്യാസ് ആണ്. V എന്ന് പറയുന്നത് വോളിയം, M അല്ലെങ്കിൽ N which is the mass of the gas ആണ്. അല്ല നമ്പർ ഓഫ് ഇതാണ് നമുക്ക് വരുന്നത്. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് ഫോർ എ കോൺസ്റ്റന്റ് പ്രഷർ Cp ആൻഡ് കോൺസ്റ്റന്റ് വോളിയം Cv. അപ്പോൾ Cp മൈനസ് Cv എന്ന് പറയുന്നതാണ് R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ പെർഫെക്റ്റ് ഗ്യാസിനാണ് നമുക്ക് ആ ഒരു റിലേഷൻ പോസിബിൾ ആവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ജനറൽ ലോ ഫോർ ദ എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ ഓഫ് എ ഗ്യാസ് ഈസ് എന്താണ് വരുന്നത്? എക്സ്പാൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ഓഫ് ഗ്യാസിന്റെ ജനറൽ ലോ എന്താണ്? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. PV raised to n is equal to C ആണ് നമുക്ക് വരുന്ന ആ ഒരു ജനറൽ ലോ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം in many real process it is found that states during an expansion or compression can be described approximately by the relation form PV raised to n is equal to constant എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പാൻഷനോ കംപ്രഷനോ വരുന്ന ആ ഒരു റിലേഷൻ എന്താണ്? PV raised to n is equal to constant. n എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ഇൻഡെക്സ് ഓഫ് കംപ്രഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷന്റെ കോൺസ്റ്റന്റ് ആണ്. P and V are the average value of the pressure and specific volume of gases ആണ്. ഓക്കെ, the process PV raised to n is equal to constant is called polytropic process. ആ പേരിന് എന്താണ്? പോളിട്രോപിക് പ്രോസസ്. വെൻ n എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ആ പ്രോസസ്സിനെ നമുക്ക് ഐസോതെർമൽ പ്രോസസ് എന്ന് വിളിക്കാം. ഓക്കെ, വെൻ the n value gamma is equal to n is equal to gamma ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോസസ്സിനെ അഡിയാബാറ്റിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ പ്രോസസ് എന്ന് പറയാം. ഓക്കെ, hence PV raised to n equal to C ആണ്. അതായത് called general law for the expansion അല്ലെങ്കിൽ compression of gases ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ജനറൽ ഗ്യാസ് ഇക്വേഷൻ ഈസ്. ജനറൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? PV is equal to nRT. നമ്മൾ പഠിച്ചിട്ടുണ്ട് PV is equal to nRT where P is the pressure, V is the volume, N is the number of moles, R is the gas constant and T is the absolute temperature. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, in the thermodynamic relation PV is equal to nRT the term N അല്ലെ? PV is equal to nRT യിൽ എന്താണ്? P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഓഫ് ദ ഗ്യാസ് ആണ്. V is the volume occupied by the gas. N എന്ന് പറഞ്ഞാൽ എന്താണ്? It is the number of moles. R is the ideal gas constant. T is the absolute temperature അല്ലെ? അപ്പോൾ N എന്ന് പറഞ്ഞാൽ എന്താണ്? It is the number of moles. ഓപ്ഷനിൽ എന്താണ് വരുന്നത്? ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ, നമ്പർ ഓഫ് മോൾസ്. R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. സോറി, R is the universal gas constant. In a hypothetical gas that obeys PV is equal to nRT at pressure and temperature is called ideal gas. അല്ലെ? ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഗ്യാസ് PV is equal to nRT എന്നുള്ള ഒരു ലോ ഒബേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയാം. രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് വരുന്നത്. PV is equal to nRT ഉണ്ട്, PV is equal to MRT അതല്ലെങ്കിൽ PV is equal to ρRT ആണ്. P എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. V എന്ന് പറയുന്നത് വോളിയം, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗ്യാസ് ആണ്. R ആണ് നമുക്ക് വരുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വരുന്നത്. ഓക്കെ, R എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റന്റ് എന്നും പറയാം അതിനെ. T എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആൻഡ് മോളിക്കുലർ വെയിറ്റ് ഓഫ് ദ ഗ്യാസ്. M ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മോളിക്കുലർ വെയിറ്റ് ഓഫ് ദ ഗ്യാസ്, സ്മോൾ m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഗ്യാസ് ആണ്. ഓക്കെ, ρ is the density of gas. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, a perfect gas at 27 degrees Celsius is heated at constant pressure till its volume is doubled. The final temperature is. നമുക്കൊരു പെർഫെക്റ്റ് ഗ്യാസ് 27 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷറിലാണ്. അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഡബിൾ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ്?
ഓപ്ഷൻ സി 327 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്കറിയാം ആ ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ ഗ്യാസ് ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ലോ ഏതാണ്? ചാൾസ് ലോ ആണ്. V2/V1 = T2/T1 ആണ്. വിയും ടിയും വോളിയം ടെമ്പറേച്ചർ ആണ്. അപ്പൊ T1 നമുക്ക് തന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് അതിനെ കെൽവിൻ ആക്കണം അല്ലെ. 27 എന്നുള്ളത് 300 കെൽവിൻ ആണ്. അപ്പൊ V1 = V, V2 = 2V ആയിട്ടുണ്ട്. വോളിയം എന്ന് പറയുന്നത് ഡബിൾ ആയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ 2 = T2/300 ആണ്. അപ്പൊ T2 = എന്താണ്? 600 കെൽവിൻ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പൊ -273 ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് 327 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. If 1 mole of H2 gas occupies a rigid container with a capacity of 1000 liters and the temperature is raised from 27 to 37, the change in pressure of the contained gas, assuming the gas is ideal behavior, that is dash Pascal. Okay, 6 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു H2 ഗ്യാസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? അതിന്റെ കപ്പാസിറ്റി നമുക്ക് 1000 ലിറ്റർ വോളിയം തന്നിട്ടുണ്ട്. അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 to 37 ആയിട്ടുണ്ട്. അതിന്റെ പ്രഷർ ആണ് ചോദിച്ചിരിക്കുന്നത്, ചേഞ്ച് ഇൻ പ്രഷർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 83.15 ആണ് നമുക്ക് വരുന്ന റൈറ്റ് ആൻസർ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം. PV = nRT. V നമുക്ക് തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്, T2 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അതിനകത്ത് നമ്മൾ കെൽവിനിലാക്കണം. 6 തന്നിട്ടുണ്ട്. ഫോർ N = 1 മോൾ ആണെന്ന് അറിയാം. അപ്പൊ P1 V1 = nRT1 ആണ്. അപ്പൊ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു വാല്യൂ വന്നിട്ടുണ്ട്. നമുക്ക് ചേഞ്ച് ഇൻ പ്രഷർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. ദെൻ അഗൈൻ 2 എന്നുള്ള രീതിയിൽ എടുത്തു, P2 V2, കാരണം നമുക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ P2 = നമ്മൾ അത് ആസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, nRT2/V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് = എനിക്ക് എത്ര വന്നു? ഒരു വാല്യൂ ഉണ്ട്. ചേഞ്ചിനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ del P = P2 - P1 = 83.14 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് 9th ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.